ചൊവ്വയുടെ സ്വാധീനം ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പങ്കാളിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്നത് ഇവർക്ക് ദാമ്പത്യ പ്രശ്നത്തിന് കാരണമാവും എന്നുള്ളതാണ്. ഭയങ്കര പൊസസീവായിരിക്കും. ആണുങ്ങളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മെയിൽ ഷോമിനിസം ആയാലും ഫെമിനിസം ആണെങ്കിലും ഒരു പരിധിക്ക് മേളിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപകടമാണ്. കുടുംബജീവിതത്തിൽ മാത്രമല്ല, എല്ലാ റിലേഷൻഷിപ്പിലും ഒരു പരിധിക്ക് മേളിൽ എന്ത് കൂടിയാലും അത് അപകടമാണ്. ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ഭാര്യയ്ക്ക് അത്യാവശ്യം ബലമുണ്ടെങ്കിൽ, അത്യാവശ്യം മനോബലമുള്ളവരാണെങ്കിൽ ഇവരെ നിയന്ത്രിക്കാൻ പെട്ടെന്ന് പറ്റും എന്നുള്ളതാണ് ഒരു അനുഭവമുള്ളൊരു കാര്യം. അതായത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു താളത്തിന് ഇവർക്കൊരു കുറേ ഇഷ്ടങ്ങളും കുറേ രീതികളുണ്ട്. അപ്പോൾ ആ രീതികൾക്കനുസരിച്ച് നിന്നുകൊണ്ട് നിൽക്കുക എന്നുള്ളത്. അപ്പം ശ്രീഭൈരവിയുടെ ഗ്രൂപ്പിൽ കുറേ ചിത്രക്കാരുണ്ട്. ഒരാൾ കേസിലാണ്, കുടുംബ പ്രശ്നത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വേറൊരു ചിത്രക്കാരൻ പറയുന്നത്, എനിക്ക് ഭാര്യയെ പേടിയില്ല ഗുരു, എനിക്ക് ഭാര്യയെ പേടിയില്ല. അത് പക്ഷെ ഭാര്യ വിളിച്ചാൽ അപ്പം, വേറെ ആര് ഫോൺ ചെയ്താലും പുള്ളി കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയാം. പക്ഷെ ഭാര്യ വിളിച്ച പുള്ളി അപ്പോൾ ഫോൺ എടുക്കും. എന്നാൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു വലിയ കമ്പനിയുടെ HR ഒക്കെ ആയിട്ടിരുന്ന ആളാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ വൈഫ് വിളിച്ച അപ്പം പുള്ളി ഫോൺ എടുക്കും. അപ്പോൾ ഇവർക്ക് അത്രത്തോളം ഫാമിലിയോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും കേട്ടോ. ഇവർക്ക് ഓവറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഫാമിലിയോടുണ്ടാവും. അപ്പം ധർമ്മബോധം ഇല്ലാത്തവരാണ് ഇവരുടെ കൂടെ വരുന്നത്, ഇവരുടെ കൂടെ നിൽക്കുന്നത് എങ്കിൽ വലിയ വിഷയങ്ങളിലേക്ക് പോകും. അത് കേസും വഴക്കുമൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ, അതായത് ചെറുപ്പകാലഘട്ടത്തിലൊക്കെ ഒരു 10-40 വയസ്സ് വരെയൊക്കെ പെട്ടെന്നുള്ള കോപം ഇവരുടെ ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ ഈ ചൊവ്വയുടെ സ്വാധീനം നന്നായിട്ടുള്ള നക്ഷത്രമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആ പെട്ടെന്നുള്ള കോപം, ഓവറായിട്ട് തിങ്ക് ചെയ്തിങ്ങനെ, ഞാൻ പറഞ്ഞില്ല, മായാലോകത്ത് തിങ്ക് ചെയ്യുന്നൊരു രീതി, ഇതൊക്കെ ഇവരുടെ പ്രധാന ദോഷ സ്വഭാവങ്ങളാണ്. ഈ ചിത്ര നക്ഷത്രക്കാരുടെ ഒരു ജീവിതത്തിൽ അവർ വിജയിക്കണമെങ്കിൽ അവർ ഉറപ്പായിട്ടും മാറ്റേണ്ടതായിട്ടുള്ള സ്വഭാവമാണ് ഈ അഹംഭാവവും സ്വാർത്ഥതയും. അതെങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റും. സ്വയം ഒബ്സർവ് ചെയ്യണം, അവയർനെസ് കൊണ്ടേ മാറത്തുള്ളൂ. അതുപോലെ തന്നെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള മടി, അതും മെച്യൂരിറ്റി ഇല്ലായ്മയുടെ ഭാഗമാണ്.